പ്രണയിനി ഭാഗം 30. അവൻ മുറിയിൽ ചെല്ലുമ്പോൾ വയറിൽ കൈകൾ ചേർത്ത് വെച്ച് ശാന്തമായി കിടക്കുകയാണ് ശില്പ. അത് കണ്ട നന്ദൻ ഒരു നിമിഷം അവളെ നോക്കി. ഇന്നലെ മുതലൊക്കെ വല്ലാത്തൊരു മാറ്റമായിരുന്നു അവളിൽ. ഇറുകിയ ടോപ്പും ജീനുമൊക്കെ ഒഴിവാക്കി ഇപ്പോൾ അധികവും ചുരിദാറാണ് വേഷം. മേക്കപ്പിൻ്റെ ഒരംശം പോലും മുഖത്തില്ല താനും. കൂടാതെ എപ്പോഴും കൈകൾ വയറിലായിരിക്കും. എന്നെ ബോധിപ്പിക്കാനുള്ള അവളുടെ അടവായിരിക്കും ഇതൊക്കെ. നന്ദൻ മനസ്സിലോർത്തുകൊണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കി. പക്ഷേ അവളോടിപ്പോൾ ദേഷ്യം കാണിച്ചാൽ തൻ്റെ പ്ലാനൊന്നും നടക്കില്ല എന്ന ഓർമ്മയിൽ അവൻ സ്വയം സംയമനം പാലിച്ചു. ശില്പ. നന്ദൻ പതിയെ അവൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് വിളിച്ചു. അപ്പോൾ അവൻ്റെ വിളി കേട്ടപ്പോൾ ഉറക്കിൽ നിന്നും ഉണർന്ന ശില്പ സന്തോഷത്തോടെ അവനെ നോക്കി എഴുന്നേറ്റിരുന്നു. കാരണം അവൻ്റെ ശാന്തമായ മുഖഭാവമായിരുന്നു. എന്താ നന്ദ? അത് അമ്മ കുറച്ചു മുന്നേ വിളിച്ചിരുന്നു. നമ്മളെ രണ്ടുപേരെയും അമ്മയ്ക്കൊന്ന് കാണണമെന്ന്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം. നന്ദൻ്റെ വാക്കുകൾ ശില്പയെ കൂടുതൽ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഒരു യാത്ര എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് തോന്നുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ആരുനെ കാണും തോറും നന്ദൻ എന്നോടുള്ള ദേഷ്യം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് എന്തായാലും വീട്ടിൽ പോയി കുറച്ചു ദിവസം നിൽക്കാം. ശില്പ ആത്മ. എന്താ ആലോചിക്കുന്നത്? വരുന്നില്ലേ? അവളൊന്നും മിണ്ടാതെ ഇരിക്കുന്ന കണ്ടപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യത്തിൽ ചിന്തകളിൽ നിന്നുണർന്നുകൊണ്ട് അവൾ അവനെ നോക്കി. വരുന്നുണ്ട് നന്ദ, നമുക്ക് പോകാം. ഞാനെല്ലാം എടുത്തു വെക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് ഹാളിലേക്ക് പോകുന്ന ശില്പയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് നന്ദൻ ഫോണുമായി ബാൽക്കണിയിലേക്ക് പോയി. ആരു, നീ എൻ്റേതാവാൻ ഇനി അധിക ദിവസങ്ങളില്ല പെണ്ണെ. എൻ്റേതു മാത്രമാണ് നീ. അവിടെ ഒരു എഡ്ഡിക്കും സ്ഥാനമില്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ ഫോണിലുള്ള ആരുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. എന്നാൽ ആ സമയം അതൊന്നും അറിയാതെ എഡ്ഡിയുടെ പുറത്ത് തലവെച്ചുകൊണ്ട് അവനെ ഇരു കൈകൾ കൊണ്ടും പുണർന്ന് സുഖമായി ഉറങ്ങുകയായിരുന്നു ആരു. ഡ്രൈവിങ്ങിൽ ആണെങ്കിൽ പോലും എഡ്ഡിയുടെ കൈകളും അവളെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിട്ടുകൊടുക്കില്ല എന്ന പോലെ, എന്നും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കും എന്ന പോലെ. അങ്ങനെ എഡ്ഡിയും അപ്പുവും കൂടെ ഫ്ലാറ്റിന് മുന്നിൽ കൊണ്ടുവന്ന് ബൈക്ക് നിർത്തി പരസ്പരം ഒന്ന് നോക്കി. പിന്നെ തങ്ങളുടെ പിറകിൽ ഉറങ്ങുന്ന കീർത്തുനെയും ആരുനെയും, ഒന്നും അറിയാതെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവരെ നോക്കി ചിരിച്ചു കൊണ്ടവർ രണ്ടാളെയും കൈകളിൽ എടുത്തു. ശരിക്കും നമ്മുടെ ഭാഗ്യം ദേ ഇവരാണല്ലേ എഡ്ഡി. നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്ന, എന്ത് പ്രശ്നത്തിനും കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രണയിനി. ലിഫ്റ്റിന് മുന്നിലേക്ക് നടക്കുമ്പോൾ ചെറുചിരിയോടെ അപ്പു പറയുന്നത് കേട്ടപ്പോൾ എഡ്ഡിയും ശരിവെക്കും പോലെ തലയാട്ടി. ഈ രണ്ട് ഭാഗ്യം എന്നേക്കാൾ മുന്നേ അനുഭവിച്ചത് നീയല്ലേടാ. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്നോട് അസൂയാണ്. ജീവനെ പോലെ സ്നേഹിക്കുന്ന പെങ്ങളും ജീവനായി കണ്ട് കൂടെ നിൽക്കുന്ന പെണ്ണും. ആഹാ, എന്ത് നല്ല ജീവിതം. ഞാൻ എൻ്റെ ബൊമ്മക്കുട്ടിയെ കണ്ടില്ലെങ്കിൽ എനിക്കിതൊന്നും അനുഭവിക്കേണ്ട ഭാഗ്യം ഉണ്ടാവില്ലായിരുന്നു. കുറുമ്പോടെ എഡ്ഡി പറയുന്നത് കേട്ടപ്പോൾ അപ്പു ചിരി അടക്കി. അങ്ങനെ അവർ അപ്പുവിൻ്റെ റൂമിലെത്തിയപ്പോൾ പരസ്പരം നോക്കിക്കൊണ്ട് കീർത്തുവിൻ്റെ മുറിയിൽ ചെന്നു. അവിടെ ബെഡിൻ്റെ ഒരു സൈഡിൽ ആരുനെയും മറു സൈഡിൽ കീർത്തുവിനെയും കിടത്തി രണ്ടുപേരും കുനിഞ്ഞുകൊണ്ട് അവരുടെ നെറുകയിലൊന്ന് ചുംബിച്ച ശേഷം ഡോർ പതിയെ അടച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഹാളിലെ സോഫയിൽ മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ രണ്ടുപേരുടെയും ചിന്ത നാളെ കീർത്തുവിൻ്റെ വീട്ടിൽ പോകുന്നതിനെ പറ്റിയായിരുന്നു. എഡ്ഡി, നാളെ നമ്മൾ പോകുന്നത് കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു ചെറിയ പേടിയുണ്ട് എനിക്ക്. അപ്പു പറയുന്നത് കേട്ടപ്പോൾ എഡ്ഡി മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. വേറെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ അപ്പു? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അതല്ലടാ, നമ്മൾ അവിടെ എത്തിയാൽ ആ വിവരം എന്തായാലും ആ നന്ദൻ അറിയും. ഉടനെ തന്നെ അവൻ ആ ശില്പയെയും കൊണ്ട് അവിടെ വന്നാൽ പിന്നെ നമ്മൾ വിചാരിക്കാത്ത മറ്റു പലതും കൂടി കാണേണ്ടി വരും. ഇത്തിരി പേടിയോടെ അപ്പു പറഞ്ഞു നിർത്തിയപ്പോൾ എഡ്ഡിയിൽ നിറഞ്ഞു നിന്നത് പുച്ഛം മാത്രമായിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവാൻ മാത്രം ഒന്നുമില്ല അപ്പോ. കാവലായി നമ്മൾ രണ്ടാളും ഉള്ളിടത്തോളം കാലം നന്ദൻ എന്നല്ല ആർക്കും നമ്മുടെ പെണ്ണിനെ തൊടാനാവില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും. പകയെരിയുന്ന കണ്ണുകളോടെ എഡ്ഡി പറഞ്ഞു. എടാ, അവൻ ഇവരെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടിയല്ല എനിക്ക്. ആരു, അവൾ അവനെ അവിടെ കണ്ടാൽ പിന്നെ ആകെ ഡിസ്റ്റർബ് ആവും. കൂട്ടിന് ശില്പയും കൂടെ ആയാൽ പിന്നെ പറയണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരുവിൻ്റെ കാര്യം ആലോചിച്ചാണ് അസ്വസ്ഥനാകുന്നത് എന്നറിഞ്ഞ എഡ്ഡി അവനെ സ്നേഹത്തോടെ നോക്കി. ആദ്യം എന്നും എൻ്റെ നെഞ്ചിൽ സുരക്ഷിതയായിരിക്കും അപ്പോൾ. എൻ്റെ നെഞ്ചിൽ നിന്നും ആർക്കും അവളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ എത്തുന്നത് തൊട്ട് തിരിച്ചു വരുന്നത് വരെ ഒരു നിഴൽ പോലെ ഞാൻ ഉണ്ടാകും അവളുടെ കൂടെ.
പിന്നെ നമ്മളാകെ ഒരു 2 ദിവസം നിൽക്കാനല്ലേ പോകുന്നത്, അപ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ല. താടി ഉഴിഞ്ഞുകൊണ്ട് എഡ്ഡി പറഞ്ഞപ്പോൾ അപ്പു ഒന്ന് തലയാട്ടി. അങ്ങനെ പിന്നെ അവർ മറ്റു പല കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനിടയിലാണ് കോട്ടുവായ ഇട്ടുകൊണ്ട് ആടി ആടി തങ്ങൾക്കരികിലേക്ക് വരുന്ന കീർത്തുവിനെ കണ്ടത്. അവളെ കണ്ടപ്പോൾ തന്നെ എഡ്ഡിയുടെ കണ്ണുകൾ അവൾക്ക് പിറകെ പോയി. പക്ഷേ കൂടെ ആരുവിനെ കാണാതെ വന്നപ്പോൾ അവന് മനസ്സിലായി ആരു നല്ല ഉറക്കമാണെന്ന്. ആഹാ, ഇതാര കുംഭകർണി, എണീറ്റോ? വാ, ആടി ആടി വീഴണ്ട, ഇവിടെ ഇരിക്കേ. അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞ ശേഷം അപ്പു കീർത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്തേക്കിരുത്തി. അപ്പോൾ അവനെ നോക്കി കണ്ണു കൂർപ്പിച്ചുകൊണ്ടവൾ നെഞ്ചിൽ പതിയെ അടിച്ചു. ആരും എഴുന്നേറ്റില്ലടാ, ഇന്നെന്തു പറ്റി? വേഗം എഴുന്നേൽക്കുന്നതാണല്ലോ. അവർ കിടന്ന മുറിയിലേക്ക് നോക്കിക്കൊണ്ട് അപ്പു ചോദിച്ചു. ഞാൻ എണീറ്റപ്പോൾ അവൾ നല്ല ഉറക്കായിരുന്നു അപ്പു ഏട്ടാ. പിന്നെ ഞാൻ വിളിക്കാനും പോയില്ല. യാത്രയൊക്കെ ചെയ്തതല്ലേ, അതിൻ്റെ ക്ഷീണമുണ്ടാകും. അല്ല, നമ്മൾ നാളെ പോകുന്നത് ഫിക്സ് അല്ലേ? കീർത്തു അതും പറഞ്ഞുകൊണ്ട് അപ്പുവിനെയും എഡ്ഡിയെയും നോക്കി. അതൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടെ സെറ്റാക്കി. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് പോകുന്നു. 2 ദിവസം അവിടെ നിന്ന് അമ്മയോടൊക്കെ കാര്യം പറഞ്ഞ് തിരിച്ചു വരുന്നു. ഓക്കെ? കീർത്തുവിൻ്റെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് എഡ്ഡി പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അമ്മയെ വിളിച്ച് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അമ്മയ്ക്ക് ഞാൻ വരുന്നതിനേക്കാൾ സന്തോഷം ആരു വരുന്നുണ്ടോ എന്നറിഞ്ഞപ്പോഴാണ്. കുറവോടെ കീർത്തു പറഞ്ഞപ്പോൾ അപ്പുവും എഡ്ഡിയും പുഞ്ചിരിച്ചു. അല്ലെങ്കിലും എൻ്റെ പൊമ്മക്കുട്ടിയെ ആർക്കാ ഇഷ്ടമല്ലാതിരിക്കുക? എൻ്റെ ഭാഗ്യമാണവൾ, എൻ്റെ മാലാക. പ്രണയത്തോടെ എഡ്ഡി പറയുന്നത് കേട്ടപ്പോൾ കീർത്തുവും അപ്പുവും പരസ്പരം നോക്കി ചിരിച്ചു. ഇതേസമയം നന്ദൻ്റെ കൂടെ കാറിലിരിക്കുകയാണ് ശില്പ. എന്തുകൊണ്ടോ നന്ദൻ്റെ ശാന്ത സ്വഭാവം അവൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. പക്ഷേ പുറപ്പെട്ടതു മുതൽ നന്ദൻ അവളോട് ആരുവും എഡ്ഡിയുമൊക്കെ അവിടെ വരുന്നുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നില്ല. നന്ദ, എന്താ ഇത്ര പെട്ടെന്ന് നാട്ടിലേക്കൊരു പോകൽ? അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഫോണിൽ നോക്കിയിരിക്കുന്ന നന്ദനെ നോക്കി ശില്പ ചോദിച്ചപ്പോൾ അവൻ്റെ മുഖം ഇരുണ്ടു. എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകാവൂ എന്നുണ്ടോ? എനിക്ക് അമ്മയെ കാണാൻ തോന്നി പോകുന്നു, അത്ര തന്നെ. അവൻ്റെ കടുപ്പിച്ചുള്ള വാക്ക് കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നിയെങ്കിലും മിണ്ടാതെ ഇരുന്നു. എനിക്കുറപ്പുണ്ട് നന്ദ, വീട്ടിൽ പോയി തിരിച്ചു പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് സത്യമെല്ലാം പറയും. പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും. എല്ലാം അറിഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കും എന്നെനിക്കുറപ്പുണ്ട്. അതിനുള്ള പ്രധാന കാരണം എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ്. മനസ്സിലോർത്തുകൊണ്ടവൾ ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുന്ന നന്ദനെ നോക്കി. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം എയർപോർട്ടിലെത്തുമ്പോൾ നേരം നന്നായി ഇരുട്ടി തുടങ്ങിയിരുന്നു. വീട്ടിലെത്തിയാൽ താൻ കാണേണ്ട കാഴ്ചകളും അനുഭവിക്കേണ്ട വേദനകളും ഒന്നും അറിയാതെ സന്തോഷത്തോടെ നന്ദൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശില്പ അകത്തേക്ക് നടന്നു. നന്ദൻ്റെ മനസ്സിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു. കാരണം ആരുവിനെ കാണാനും കാര്യം പറഞ്ഞു മനസ്സിലാക്കാനും അവൻ്റെ ഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. ഇതേസമയം ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് 4 പേരും. ആരു എഡ്ഡിയുടെ കൂടെ ഇരുന്നപ്പോൾ അടുത്ത് തന്നെ കീർത്തവും അപ്പുവും ഇരുന്നു. ഡി ആരു, നാളെ രാവിലെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. 2 ദിവസം അവിടെ നിന്ന് അടിച്ചു പൊളിച്ച് വരാം. പിന്നെ ചേട്ടായി ആദ്യമായല്ലേ നാട്ടിലേക്ക് വരുന്നേ, ആഘോഷിക്കണം നമുക്ക്. അപ്പു നീട്ടിയ ചപ്പാത്തി കഷ്ണം വായിലാക്കിക്കൊണ്ട് കീർത്തു സന്തോഷത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ആരു അടുത്തിരിക്കുന്ന എഡ്ഡിയെ നോക്കി. അപ്പോൾ അവൻ്റെ നോട്ടം അവളിൽ തന്നെ ആയിരുന്നു. അവർ ശ്രദ്ധിക്കാതെ ടേബിളിനടിയിൽ കൂടെ എഡ്ഡി ആരുവിൻ്റെ കയ്യിൽ തൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. അത് കണ്ടപ്പോൾ നിറഞ്ഞ ചിരിയോടെ നാണത്തോടെ അവൾ അവനെ നോക്കി. അങ്ങനെ അവർ ഓരോ കാര്യവും സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് കീർത്തുവിൻ്റെ ഫോണിലേക്ക് അവളുടെ അമ്മ വിളിക്കുന്നത്. അത് കണ്ടപ്പോൾ അവൾ സന്തോഷത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലാക്കി. ഹലോ അമ്മ. ഹലോ മോളെ, നാളെ രാവിലെ തന്നെ നിങ്ങൾ എത്തുമല്ലോ അല്ലേ? ഫോൺ എടുത്ത പാടെ സന്തോഷത്തോടെയുള്ള അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവർ 4 പേരും പുഞ്ചിരിച്ചു. രാവിലെ തന്നെ എത്തും എൻ്റെ അമ്മക്കുട്ടി. പിന്നെ അവിടെ എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെ മോളെ. ആ, പിന്നെ ഇവിടെ ഞാൻ ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാ. ചിരിയോടെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ കീർത്തുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. ഇത്രയും നേരം ഇരുട്ടിയിട്ടും അമ്മ എന്തിനാ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ന ചിന്ത അവളിൽ നിറഞ്ഞു. എന്തിനാ അമ്മ ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നേ? ആരെങ്കിലും വരുന്നുണ്ടോ? അപ്പോൾ മോൾ അറിഞ്ഞില്ലേ, നന്ദനും ശില്പയും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ എത്തും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നേ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ 4 പേരും ഞെട്ടലോടെ പരസ്പരം നോക്കി. നന്ദൻ്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു നീക്കം അവർ പ്രതീക്ഷിച്ചതേ ഇല്ലായിരുന്നു. ആ അമ്മ, ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം, ബായ്. പകപ്പോടെ പറഞ്ഞുകൊണ്ട് കീർത്തു വേഗം ഫോൺ വെച്ചു. ഫോൺ വെച്ച് കഴിഞ്ഞതും കീർത്തുവും അപ്പവും എഡ്ഡിയും നോക്കിയത് ആരുവിൻ്റെ മുഖത്തേക്കായിരുന്നു. അപ്പോൾ കണ്ണു നിറച്ച് പേടിയോടെ ഇരിക്കുന്ന ആരുവിനെ കണ്ടപ്പോൾ അവർക്കും വിഷമമായി. എന്നാൽ എഡ്ഡിയിൽ വിചാരിച്ചത് നടന്നു എന്ന സന്തോഷമായിരുന്നു.